നമസ്കാരം. വീണ്ടും മണി പിച്ച് മലയാളം യൂട്യൂബ് ചാനൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ശനിയാഴ്ച നിങ്ങൾ ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ദിവസമാണ്. നിങ്ങൾ ആ ചോദ്യങ്ങളൊക്കെ എടുത്തോണ്ട് വിഷ്ണു നമ്മളൊപ്പമുണ്ട്. അത് ഉത്തരം നോക്കാം. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. പടങ്ങളിൽ നമ്മൾ ടാക്സ് കെട്ടുന്നു. ഇതൊക്കെ ഒരു സൈഡ് ഇരിക്കുമ്പോൾ അതിലൊക്കെ കുറയ്ക്കണം എന്ന് പറയുമ്പോൾ വലുതായിട്ട് കുറച്ചത് മാതിരിയില്ല. ടാക്സിനെ കുറയ്ക്കാൻ ചോദിച്ചാൽ നിങ്ങൾ അതിനെതിരാ തന്നെ സംസാരിക്കും. ഞങ്ങൾക്ക് അറിയേണ്ടത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ പിന്നെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഇങ്ങനെ റിവ്യൂ ചെയ്യണമെന്ന് ഗവൺമെന്റ് വന്നിരിക്കുന്നു. FII സെല്ലിങ്സ് ഒരുപാട് ചെന്നുകൊണ്ടിരിക്കുന്നു. ഡോളർ കൊടുക്കാൻ പറ്റുന്നില്ല എന്ന്. ഈ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ് ഗോൾഡിന് ഒരു വലിയ പ്രോബ്ലം ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഈ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും ഈ LTCGയും കുറയ്ക്കുന്നു. എന്നാൽ കുറയ്ക്കാൻ എന്തെങ്കിലും പോസിബിലിറ്റീസ് ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്ന? ഇന്ത്യയിൽ 2 രഹം ഇരിക്കുന്നു. ഒന്ന് വിഷ്ണു പോലെ പണക്കാര രഹം. ഇനിയൊന്ന് വന്നിട്ട് നമ്മുടെ താഴെ ഇരിക്കുന്ന വാച്ച്മാൻ, ക്യാമറമാൻ പോലത്തെ രഹം. റൈറ്റാ? ഇതിൽ ഇവർ മിഡിൽ ക്ലാസ് ആണ്. മാസം മാസം സാലറി വരും. ലീവ് ഇരിക്കും, PF ഇരിക്കും. അല്ല വേറെ തന്നെയല്ലേ സർ? നീ ആര്? ഇതിനെക്കുറിച്ച് വേറെ ആർക്കും അറിയത്തില്ല. നീ മുതലാളിയാണ്. കാവാശി ഇന്ത്യൻസ് വന്നിട്ട് അന്നെന്നുള്ള പാഠനം നോക്കി വിഷമിക്കുന്ന ആൾക്കാരാണ്. അന്നെന്നുള്ള പൈസയുടെ ആവശ്യങ്ങൾ, പിന്നെ ഭക്ഷണം കഴിക്കാൻ ഫുഡ്, UP, ബീഹാർ, രാജസ്ഥാൻ എല്ലാത്തിനെയും ചേർത്താണ് പറയുന്നു. അപ്പോൾ ഇന്ത്യയിൽ 100 പേര് ഇരിക്കുന്നു എന്നാൽ 96 പേരിന് ഷോർട്ട് ടേം ഗെയിൻസ് ഒന്നും വരാൻ പോണതില്ല. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസും വരാൻ പോണതില്ല. അമേരിക്കയിലും ഷോർട്ട് ടേമും ഉണ്ട്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസും ഉണ്ട്, ഈ ടാക്സും ഉണ്ട്. ബട്ട് അമേരിക്കയുടെ മാർക്കറ്റ് ഓൾ ടൈം ഹൈയിലിരിക്കുന്നു. അമേരിക്കയിൽ ആരും പോയി ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസിനെ സീറോ ആക്കുന്നത് പറയുന്നതല്ല. നമ്മൾ തന്നെ ഒരേ നാട്, പാവപ്പെട്ടവരെ മിഡിൽ ക്ലാസ്സിൻ്റെ മുകളിൽ എല്ലാ ടാക്സിനും ഏറ്റുന്നത്. പെട്രോൾ ഡീസലിന് 60 രൂപ, സെൻട്രൽ ഗവൺമെൻറ് 30 രൂപ, ആന്ധ്ര ചെല്ലുവാണെങ്കിൽ 120 രൂപ, 108 രൂപ സർ. ബീഹാർ ചെല്ലുവാണെങ്കിൽ 120 രൂപയാണ്. സ്റ്റേറ്റ് ടാക്സ് വന്നിട്ട് ഭയങ്കര കൂടുതലാണ്. ഇതൊക്കെ എന്തിനാന്ന് ഞാൻ പറയാൻ വരുന്നത് എന്നാൽ, നിങ്ങളിട്ട് ടാക്സിൽ കുറയ്ക്കണം എന്ന് പറഞ്ഞ് നിങ്ങളടുത്ത് കാശിരിക്കുന്നു. സെൻട്രൽ ഗവൺമെൻറ് അടുത്ത് ഒരുപാട് കാശിരിക്കുവാണെങ്കിൽ തന്നെ ടാക്സ് കുറയ്ക്കാൻ പറ്റും. മിഡിൽ ക്ലാസ്സിനും ലോവർ മിഡിൽ ക്ലാസ്സിനും ടാക്സിനെ കട്ട് ചെയ്യുവാണെങ്കിൽ അവർ കാശിനെ ചിലവാക്കുവാണെങ്കിൽ ഈ ലിസ്റ്റഡ് കമ്പനീസിലൊക്കെ ബിസിനസ് കയറും. ഏരിയ നിനക്ക് ലാഭം ഏറും. നിങ്ങളുടെ സ്റ്റോക്ക് മാർക്കറ്റ് മേളിൽ പോകും. സോറി ടു ഇന്ററപ്റ്റ് സർ. നിങ്ങൾ 2 വർഷത്തിന് മുമ്പേ പറഞ്ഞതിന് ഇപ്പൊ ഞാൻ ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടുന്നു. 1.5 ലക്ഷം രൂപയ്ക്ക് ഇൻകം ടാക്സിനെ കയറ്റിയപ്പോ പെട്രോൾ പ്രൈസിനെ കുറച്ചിരിക്കാതല്ലേ നിങ്ങൾ ഒരു കാര്യം പറഞ്ഞായിരുന്നു? ഞാൻ അത് തന്നെ പറയുന്നു. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസിനെ സീറോ ആക്കിയാലോ, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസിനെ സീറോ ആക്കിയതിനാലോ ആരും ഇൻവെസ്റ്റേഴ്സ് വരില്ല. ഇൻവെസ്റ്റേഴ്സ് വരാൻ ഒരേ കാരണം, ഇമ്പിയിൽ അവർക്ക് റിട്ടേൺ വരും. 2017 മുമ്പ് ഇൻവെസ്റ്റ് ചെയ്തവർക്ക് തന്നെ ഡോളറിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് റിട്ടേൺ ഇരിക്കുന്നു. ഒരു പൈസ റിട്ടേൺ വരുന്നതിനൊക്കെ വലുതായിട്ട് കാണിക്കരുത്. സിഗ്നിഫിക്കൻ്റ് റിട്ടേൺ വേണമെങ്കിൽ നിധി 2017 പോകണം. വലിയ ഒരു റിട്ടേൺ വേണമെങ്കിൽ 2014 പോകണം. സിഗ്നിഫിക്കന്റ് റിട്ടേൺ എന്ന് പറയുമ്പോൾ 14% വെച്ചിരിക്കാമോ സർ? ഞാൻ പറയുന്നത് 5-6%, 14% ചെന്നില്ല. 14% അല്ലേ സർ? ഒരു ഇത് ഡോളറിൽ 5-6% ഞാൻ പറയുന്നു. ഡബിൾ ഡിജിറ്റ് റിട്ടേൺ വേണമെങ്കിൽ 2014 പോകണം. 10 വർഷത്തെല്ലാം ഉണ്ട്. അതാണ് വെള്ളക്കാരന് അകത്ത് വരാത്തത്. ഒരു കാര്യം, നമ്മളെ സ്ഥലങ്ങളിൽ വിലവാശി കയറിയില്ല എന്ന് വിശ്വസിച്ച് ഇൻട്രസ്റ്റ് റേറ്റിനെ കുറയ്ക്കാതെ അങ്ങനെ വെച്ചിരിക്കുന്നു. പക്ഷേ അമേരിക്കയിൽ ബോണ്ട് റേറ്റ് വന്നിട്ട് 4.5% എഡ്ജിങ് റേറ്റാണ്. രൂപ താഴെ ഇറങ്ങുവാണെങ്കിൽ അതിനെ രക്ഷിക്കാനുള്ള ഡോളർ റേറ്റ്. ഇതിനെ ചേക്കുവാണെങ്കിൽ 8%, 1% റിട്ടേൺ വരും. 9% ഗ്യാരണ്ടി റിട്ടേൺ ഇരുന്നാൽ തന്നെ കാശിന് എടുത്തോണ്ട് വലുതായിട്ട് ഇന്ത്യയിൽ വരും. 3% നോക്കൂലേ സാർ? റുപ്പിയെ നമ്മൾ താഴെ വിട്ടുകൊണ്ടേ ഇരിക്കുന്നല്ലേ? അതൊന്നും വരുന്നില്ല. അവർ ഡോളറിൽ തമ്മിൽ റിട്ടേൺ നോക്കിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ താഴെ ഇറങ്ങിയാൽ അവർക്ക് റിട്ടേൺ കുറവല്ലോ. ഈ 3% ഡിക്ലൈൻ അടിച്ചിരിക്കുന്നു. 9% ഇൻട്രസ്റ്റ് റേറ്റ് ആയെങ്കിൽ ഹോം ലോൺ, MSME, A1, A2 അവരെ ഗതിയൊക്കെ എന്താകുമെന്ന് അറിയാൻ പറ്റുന്നില്ല. ഇതൊക്കെ വിട് സർ. നിങ്ങൾ ഹോം ലോൺ, കാർ ലോൺ ഒക്കെ വാങ്ങിയോണ്ട് വലിയ ലെവലിൽ വെയിറ്റിംഗ് ആണ്. അതൊക്കെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയണതില്ല അല്ലേ സർ? അതിനോ ഇല്ലയോ ഏറണം. അമേരിക്കയിൽ ഏറിക്കൊണ്ടേ പോവുകയാണെങ്കിൽ ഇരിക്കുന്നവർ കാശിന് എടുത്തോണ്ട് വെളിയിൽ പോകും. അത് നോക്കിയെങ്കിൽ ഇന്നലെ 7,500 താണ്ടി ആൾ ടൈം ഹൈയിൽ നോക്കി പോയിക്കൊണ്ടിരിക്കുന്നു. 1800 നിന്ന് അതിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. അത് മടങ്കാണ് ഏറിയിട്ടുള്ളത്. വന്നിട്ട് 67 ഇരിക്കുമ്പോൾ ഒന്ന് വാങ്ങിയായിരുന്നു. എൻ്റെ വലിയ ബൈ ഫ്രം ഇന്ത്യ ആദ്യമായിട്ട്. ഇന്ന് നമ്മളെ വേദനിപ്പിക്കാതെ വിടത്തില്ല എന്നാണ് തോന്നുന്നു. ഓക്കെ സാർ. അതിപ്പോൾ നോക്കുമ്പോൾ മോർ ദാൻ ഡബിൾ ആയിരിക്കുന്നു. $1 ഇട്ടത് $2000 ആയിന്ന് വെച്ചോ. എന്താ പറയുന്നു? 67 എന്ന് പറയുന്നത് 98 ആയിരിക്കുന്നു. ബാങ്കൊക്കെ ഇടുവാണെങ്കിൽ 98, 99.
ഞാനിട്ടത് 67 രൂപ. ഈ $2000 അവിടെ ഇട്ടെങ്കിൽ ഇന്ത്യയിൽ കൊണ്ടുവരുമ്പോൾ 2 ലക്ഷം രൂപ ആകുമോ ഫസ്റ്റ്? എത്രയാണ് റിട്ടേൺ? 61 ഇട്ടത് ഇന്ന് 2 ലക്ഷം രൂപ. ഇത് വളരെ സേഫായിട്ട് കളിച്ച കളിയാണ്. സിംഗിൾ ഓട്ടിയതാണ്. ഗൂഗിളിൽ ഈ $90 ഇട്ടത്, ഈ 75 രൂപയിൽ $90 ഇട്ടത് 350 360 ഇരിക്കുന്നു. 55 100 രൂപയിൽ. ജീവൻ ഒരു 25 രൂപ ഗിഫ്റ്റിന് ചെക്ക് കൊടുത്തോണ്ടേ ഇരിക്കുന്നല്ലേ. താങ്ക് യു പറയസാൻ. അങ്ങനെ തന്നെ ഞാൻ താങ്ക് യു പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. ഇത് കാരണം അറ്റ് എനി സ്റ്റേജ് ഇതിനെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യും. ഒരു AI ഭൂമി ഇരിക്കുന്നു. ആ AI ഭൂമിയിൽ അവർ പ്രോഫിറ്റബിൾ ആയിരിക്കും. അവർ പ്രോഫിറ്റ് വരുമെന്ന് ബൈനോക്കുലറിൽ കാണിക്കുന്നില്ല. NVIDIA ഇപ്പോഴും പ്രോഫിറ്റ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നു. പ്രോഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സർ വാരൻ ബഫറ്റ് ഇന്നും $400 ബില്യൺ ക്യാഷ് അയച്ചുകൊണ്ടേയിരിക്കുന്നു. ഇന്നു വില ഇറങ്ങി. ഞാനും വാങ്ങി ഒരുപാട് ദിവസമാകാൻ പോകുന്നു. ഡോട്ട് ബബിൾ ഈക്വൽ ആയിട്ട് മൈക്കിൾ ബെഞ്ഞൊക്കെ പറയുന്നല്ലേ സർ? ഈ സത്യം തന്നെ. അതായത് AI ബബിൾ എന്നത് ഒരു പോയിന്റിൽ വെടിക്കാൻ പോകുന്നു. പക്ഷെ അത് എന്ന് വെടിക്കുമെന്ന് പറയാൻ പറ്റൂല. ആദ്യം എന്താകുമെന്ന് വെച്ചാൽ അവരുടെ അടുത്ത് കാശ് ഇരിക്കുമല്ലേ, അത് അവരുടെ അടുത്ത് ഇൻട്രസ്റ്റ് റേറ്റ് കയറും. ഓക്കെ. ഇന്ത്യൻ മാർക്കറ്റ് എങ്ങനെയെന്ന് വെച്ചാൽ ഹെഡ് സേവിങ് ടെയിൽ സേ ലൂസ് അതുപോലെയാണ്. അത് ഹെഡ് വന്നെങ്കിൽ പിന്നെ ടെയിൽ വന്നെങ്കിൽ ലൂസ്. ഷോലെ പോലെയാണ്. ഷോലെ കോയിൻ അറിയാന്നേ? അറിയത്തില്ല സർ. അതായത് പൂവാത്തല ഏതിട്ടാണ് ഞാൻ നിശ്ചയിക്കും. എന്താകുമെന്നാൽ ഇപ്പൊ നമുക്കൊരു ഗിഫ്റ്റ് ചെക്ക് കൊടുത്തല്ലേ, ഗോൾഡിന് ചെക്ക് എഴുതേണ്ടേയിരിക്കും, കൊടുത്തോണ്ടേയിരിക്കും. പണക്കാർ വാങ്ങി ബാക്കി പോവും. കുറച്ച് ഷെയർസ് ഇരിക്കുന്നു സർ. ഒരു ചോദ്യമുണ്ട്, നാളെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇന്ന് രാവിലെ ഈവൻറ്റിൽ കൂടെ ഒരുപാട് ആൾക്കാർ ചോദിച്ചായിരുന്നു. എന്തെന്ന് വെച്ചാൽ കുവൈത്തിൽ കൂടുതലായ കാരണം ട്രീ സംബന്ധമായിട്ടുള്ള സ്റ്റോക്ക് എന്തെങ്കിലും ഇരിക്കുന്ന എന്ന് അതിനെക്കുറിച്ചും ചോദിക്കുന്നു. പിന്നെ ഓട്ടോ ആൻസിലറീസ് കുറിച്ചും ചോദിക്കുന്നു. ഫസ്റ്റ് ഇപ്പോൾ എത്ര വെഹിക്കിൾ എന്ന് പറയുമ്പോൾ എല്ലാ ഓട്ടോ ആൻസിലറി പോകാൻ ചാൻസ് ഇരിക്കുന്നു എന്ന കാരണം കൊണ്ട് ഓട്ടോനെ കുറിച്ച് കേൾക്കുന്നു. ഞങ്ങൾ നാളെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുവാണെങ്കിൽ വരുന്ന ഒരു 10-15 വർഷങ്ങളിൽ EV ലാകുന്നു എന്നാൽ ഇതിന് ഞങ്ങൾക്ക് കാശ് എടുക്കാൻ പറ്റുമോ എന്ന് നമ്മൾ ട്രൈ ചെയ്യാം. ഈ വീഡിയോ നോക്കിയതിന് വളരെ നന്ദി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. പറ്റുമെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും അയച്ച് അവർ നോക്കാൻ പറയുക. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു 2ാമത് പാർട്ട്. ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശയം എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിൽ ഇരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട് ഇതിൽ. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്കാളെ കൊടുക്കുന്നു. ഇതിന് യൂസ് ചെയ്യാം. honeypage.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും ഈ ആർട്ടിക്കിൾസ് ഒരു 10 - 15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങൾ ഇതിനെ ഉപയോഗിക്കാം. ഒരു മാസത്തിന് വെറും 99 രൂപ മാത്രമാണ്. ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാകും. നന്ദി, നമസ്കാരം. നമസ്കാരം. കൊച്ചുമേക്ക് വേണ്ടി ഒരു പുസ്തകം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ആർക്കെങ്കിലും ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിനെ എനിക്ക് കോൺടാക്ട് ചെയ്യാം. താഴെ ഇരിക്കുന്ന നമ്പർ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇത് മൂലം ആ പുസ്തകം നിങ്ങൾക്ക് വാങ്ങാം. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം. അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.